സിലുവിൻ്റെ ഭർത്താവുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് അതിനകത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇട്ടതിന് ശേഷം തന്നെ ഭയങ്കര 5 ലക്ഷത്തിനടുത്ത് വ്യൂസും ഭയങ്കരമായിട്ടുള്ള ഒരു 20-നടുത്ത് സബ്സ്ക്രൈബേഴ്സൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ മെയിനായിട്ടുള്ളത് ആ ഒരു വീട് വിൽക്കാൻ പോവുകയാണ്. അതിനകത്തുള്ള കുറേയധികം സാധനങ്ങളുണ്ട്. അത് ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്ന് വിടുന്നതായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം കുറേയധികം പേര് വന്നിട്ട് കമൻസിൽ അദ്ദേഹത്തിനെതിരെ നെഗറ്റീവായിട്ടുള്ള കമൻസ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. ഇത് സിലുവിൻ്റെയും കൂടെ അധ്വാനമാണ്, എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ വിൽക്കുന്നത്, മക്കൾക്ക് കൊടുക്കാനുള്ളതല്ലേ, എന്താണ് നിങ്ങൾ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാത്തത്, സിലുവിനോടുള്ള ദേഷ്യത്തിന് ഇതാണോ ചെയ്യുന്നത്, മക്കൾക്ക് ഈ ഒരു വീട് ഭാവിയിലൊക്കെ ഉപകാരപ്പെടുത്തില്ല, അവരെ കാര്യം നിങ്ങൾ എന്താണ് ആലോചിക്കാത്തതെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഭർത്താവായിട്ടുള്ള ഗഫൂറിനത് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ അത് നോർമലായിട്ട് ചിന്തിക്കുമ്പോഴത്തേന് അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു വീട് എന്തിനാണ് വിൽക്കുന്നതെന്നൊക്കെ നോക്കുമ്പോൾ. പക്ഷേ ചിലപ്പോൾ ഇനി നമ്മൾ അറിയാത്ത രീതി ഇവർക്ക് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അതിന് വേണ്ടിയായിരിക്കും ഈ ഒരു വീട് വിൽക്കുന്നതും. അതുപോലെ തന്നെ ചിലപ്പോൾ സിലു അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കും അത് വിൽക്കുന്നത്. പെർമിഷൻ ഇല്ലാതൊന്നും വീട് വിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അതുപോലെ തന്നെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാൻ ഗൾഫിലേക്ക് മടങ്ങി പോവാണ് എന്നുള്ളൊരു കാര്യം. എന്തായാലും കുറേയധികം കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീട് വിൽക്കുന്നതെന്നാണ് തോന്നുന്നത്. നമ്മൾ കാര്യം അറിയാതെ അദ്ദേഹത്തിനെ ഒരിക്കലും കുറ്റപ്പെടുത്താനൊന്നും നിൽക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.